പണത്തിന് ആവശ്യം വരുമ്പോൾ ഉറപ്പായും ലഭിക്കുമെന്നുള്ളതും ഉടനടി ലഭിക്കുമെന്നുള്ളതുമാണ് സ്വർണ്ണ വായ്പയെ മറ്റ് വായ്പകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കൂടാതെ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെ സിബിൽ സ്കോറും അതുപോലെ തന്നെ പ്രതിമാസ വരുമാനമോ അല്ലെങ്കിൽ മറ്റ് വരുമാന സർട്ടിഫിക്കറ്റുകളോ കാണിക്കേണ്ട എന്നുള്ളതും ഇതിൻ്റെ വലിയൊരു സവിശേഷതയാണ്. കാരണം നമ്മൾ ഏതൊരു വായ്പ എടുക്കാൻ പോയാലും അവർ സിബിൽ സ്കോർ ചെക്ക് ചെയ്യും. എന്നാൽ നമ്മുടെ ഗോൾഡ് ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള സിബിൽ സ്കോറോ അതുപോലെ തന്നെ നമ്മുടെ പ്രതിമാസ വരുമാനമോ ബാങ്ക് ചെക്ക് ചെയ്യാറില്ല. ഇന്ന് ഈ വീഡിയോയിൽ കാനറ ബാങ്കിന്റെ ഗോൾഡ് ലോൺ അഥവാ സ്വർണ്ണ വായ്പയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളുമാണ്. കാനറ ബാങ്കിന്റെ സ്വർണ്ണ വായ്പയുടെ നിരവധി സ്കീമുകൾ, അതുപോലെ തന്നെ പലിശ നിരക്ക്, തിരിച്ചടവ് കാലാവധി, അതുപോലെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം തുടങ്ങിയ ഈ വായ്പയെക്കുറിച്ച് അറിയേണ്ട മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ. ഈ യൂട്യൂബ് ചാനൽ ഇതുപോലെ നിരവധി ഗോൾഡ് ലോൺസിന്റെയും ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺസ് അതുപോലെ തന്നെ മറ്റനേകം ലോൺസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. ഇതുപോലുള്ള അനേകം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഇനിയും എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പേര് ക്ലിൻസ് രാജ് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. പേഴ്സണൽ ആവശ്യങ്ങൾക്കോ ബിസിനസ് ആവശ്യങ്ങൾക്കോ മെഡിക്കൽ ആവശ്യങ്ങൾക്കോ ഇങ്ങനെയുള്ള എല്ലാവിധ ആവശ്യങ്ങൾക്കും നമുക്ക് ഗോൾഡ് ലോൺ ലഭിക്കും. കാരണം ബാങ്ക് ഒരിക്കലും ഗോൾഡ് ലോൺ എടുക്കുന്ന വ്യക്തിയോട് നിങ്ങൾ എന്തിനാണ് വായ്പ എടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനാണ് വായ്പ എടുക്കുന്നത് ചോദിക്കുകയില്ല. നമ്മളുടെ കയ്യിലുള്ള സ്വർണ്ണ ഉൽപ്പിടിയുടെ തൂക്കവും അതുപോലെ തന്നെ അതിന്റെ പരിശുദ്ധിയും കണക്കാക്കി നിലവിൽ കാനറ ബാങ്ക് 5000 രൂപ മുതൽ 35 ലക്ഷം രൂപ വരെയാണ് ഗോൾഡ് ലോൺ അഥവാ സ്വർണ്ണ വായ്പ ഇനത്തിൽ നൽകുന്നത്. നമ്മുടെ കയ്യിലുള്ള സ്വർണ്ണ ഉൽപ്പടി ബാങ്കിന് തിരിച്ചടവ് കാലാവധി തീരുന്നത് വരെ നമ്മൾ ഈടായി പണയപ്പെടുത്തിയാണ് ഈ വായ്പ ലഭ്യമാക്കേണ്ടത്. നിലവിലെ കസ്റ്റമേഴ്സും കാനറ ബാങ്കിന്റെ കസ്റ്റമേഴ്സ് അല്ലാത്തവർക്കും ഈ വായ്പ ലഭ്യമാകുന്നതാണ്. എന്നാൽ നമ്മൾ ഈടായി നൽകുന്ന സ്വർണ്ണ ഉൽപ്പടിയുടെ മാർക്കറ്റ് വാല്യൂയുടെ 70% വരെ നമുക്ക് വായ്പയായിട്ട് ലഭ്യമാവുകയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 46,000 രൂപയാണ് ഇന്നത്തെ ഒരു പവന്റെ ഗോൾഡ് റേറ്റ്. നമ്മൾ ഒരു പവൻ സ്വർണ്ണമാണ് നമ്മൾ പണയം വെക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് പരമാവധി വായ്പയായി ലഭ്യമാകുന്നത് 32,200 രൂപയാണ്. കാനറ ബാങ്കിന്റെ സ്വർണ്ണ വായ്പയുടെ നിലവിലെ വാർഷിക പലിശ നിരക്ക് എന്ന് പറയുന്നത് 9.25%. എന്നാൽ ഈ പലിശ നിരക്കിൽ മാറ്റം ഉണ്ടാകും. കാരണം ബാങ്കുകളുടെ പോളിസികൾക്കും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും അനുസരിച്ച് പലിശ നിരക്കിൽ എപ്പോഴും മാറ്റം ഉണ്ടാകും. പ്രധാനമായിട്ടും കാനറ ബാങ്കിന് 3 തരത്തിലുള്ള സ്വർണ്ണ വായ്പാ സ്കീമുകളുണ്ട്. അതിലാദ്യത്തേതാണ് സ്വർണ്ണ ലോൺ എന്നുള്ള സ്കീം, രണ്ടാമത്തേതാണ് സ്വർണ്ണ ഓവർഡ്രാഫ്റ്റ്, മൂന്നാമത്തേതാണ് സ്വർണ്ണ എക്സ്പ്രസ്. ഇത് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സ്വർണ്ണ ലോൺ സ്കീമിൽ നമ്മൾ ഈടായി പണയപ്പെടുത്തുന്ന സ്വർണ്ണ ഉൽപ്പടിയുടെ മാർക്കറ്റ് വാല്യൂവിന്റെ 65% വരെ നമുക്ക് വായ്പയായിട്ട് ലഭ്യമാവുകയുള്ളൂ. പരമാവധി തിരിച്ചടവ് കാലാവധി 12 മാസം വരെയാണ് ഇതിന് തിരിച്ചടവ് കാലാവധിയായി ലഭിക്കുന്നത്. ഈ വായ്പയുടെ വാർഷിക പലിശ നിരക്ക് 9.25% തന്നെയാണ്. അതുപോലെ വായ്പാ തുകയും 5000 രൂപ മുതൽ 35 ലക്ഷം രൂപ വരെയാണ്. അടുത്താണ് സ്വർണ്ണ ഓവർഡ്രാഫ്റ്റ് സ്കീം. ഈ സ്കീം എന്ന് പറയുന്നത് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യമാണ്. ഈ ഓവർഡ്രാഫ്റ്റ് സൗകര്യം എന്ന് പറയുന്നത് നമ്മൾ ഈട് നൽകുന്ന സ്വർണ്ണ ഉൽപ്പടിയുടെ മാർക്കറ്റ് വാല്യൂ പരിഗണിച്ച് ബാങ്ക് ഒരു ലിമിറ്റ് നൽകും. ആ ലിമിറ്റിനുള്ള തുക നമുക്ക് പിൻവലിക്കാം. നമ്മൾ പിൻവലിക്കുന്ന തുകയ്ക്ക് മാത്രം തൊട്ടടുത്ത മാസങ്ങളിൽ പലിശ സഹിതം നമ്മൾ EMI അടച്ചാൽ മതി. നമ്മൾ എടുത്ത തുക മുഴുവൻ പിൻവലിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ലിമിറ്റ് പിന്നെയും നമുക്ക് ലഭ്യമാവുന്നതാണ്. ആക്ച്വലി ഇതൊരു ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈട് നൽകിയ സ്വർണ്ണ ഉൽപ്പടിയുടെ മാർക്കറ്റ് വാല്യൂ പരിഗണിച്ച് ബാങ്ക് നമുക്ക് 1 ലക്ഷം രൂപയാണ് ലിമിറ്റ് നൽകിയെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ 60,000 രൂപ മതി. അപ്പം നമുക്ക് 60,000 രൂപ മാത്രം പിൻവലിക്കാം. ഈ 60,000 രൂപയുടെ പലിശ സഹിതം നമ്മൾ തൊട്ടടുത്ത മാസം EMI ആയിട്ട് അടച്ചാൽ മതി. നമ്മൾ ഈ 60,000 രൂപ മൊത്തം തിരിച്ചടച്ചു കഴിയുമ്പോൾ പിന്നെയും ഈ ലിമിറ്റ് അവിടെ വന്നു ചേരും. നമുക്കത് പിന്നെയും പിൻവലിക്കുവാൻ സാധിക്കും. ഈട് നൽകിയ സ്വർണ്ണ ഉൽപ്പടിയുടെ മാർക്കറ്റ് വാല്യൂവിന്റെ 70% വരെയാണ് നമുക്ക് ഇതിൽ നിന്ന് വായ്പയായിട്ട് ലഭ്യമാകുന്നത്. ഇതിന് തിരിച്ചടവ് കാലാവധിയായി പരമാവധി 24 മാസം വരെ ലഭിക്കും. ഇതിന് മുമ്പത്തെ സ്വർണ്ണ ലോൺ എന്ന സ്കീമിൽ നമുക്ക് 65% വരെ മാർക്കറ്റ് വാല്യൂവിന്റെ വായ്പാ തുകയായിട്ട് ലഭ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ 12 മാസത്തെ തിരിച്ചടവ് കാലാവധിയേ ഉള്ളായിരുന്നു. ഇവിടെ അതിലും കുറച്ച് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. 70% വരെ മാർക്കറ്റ് വാല്യൂവിന്റെ വായ്പാ തുകയായിട്ട് ലഭിക്കുമെന്നുള്ളതും 24 മാസം വരെ തിരിച്ചടവ് കാലാവധി ലഭിക്കുമെന്നുള്ളതും ഈ സ്കീമിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മുമ്പുള്ള സ്കീമുകളെ പോലെ തന്നെ 9.25% വാർഷിക പലിശ നിരക്കും. വായ്പാ തുക 5000 രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ തന്നെയാണ്. അടുത്ത സ്കീമാണ് സ്വർണ്ണ എക്സ്പ്രസ് എന്ന സ്കീം. ഈ സ്കീം ഒരു ഷോർട്ട് ടൈം ലോൺ ആണ്. ഷോർട്ട് ടൈം ലോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു കുറച്ച് കാലത്തേക്ക് മാത്രമേ ഇതിന് നമുക്ക് തിരിച്ചടവ് കാലാവധി ലഭിക്കുകയുള്ളൂ. അതായത് പരമാവധി 6 മാസം വരെ നമുക്ക് ഈ വായ്പയ്ക്ക് തിരിച്ചടവ് കാലാവധി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുമ്പത്തെ 2 സ്കീമുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് എപ്പോഴും പലിശ നിരക്ക് കുറവായിരിക്കും. ഇതിന് മാർക്കറ്റ് വാല്യൂവിന്റെ 75% സ്വർണ്ണ ഉൽപ്പടിയുടെ 75% നമുക്ക് വായ്പ തുകയായിട്ട് ലഭ്യമാകുകയുള്ളൂ. ഇവിടെയും വായ്പ തുകയായി ലഭ്യമാകുന്നത് 5000 രൂപ മുതൽ 35 ലക്ഷം രൂപ വരെ. സ്വർണ്ണ വായ്പകളുടെ ഒക്കെ ഒരു പ്രത്യേകതയാണ് നമ്മളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സിബിൽ സ്കോർ ചെക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മളുടെ വരുമാനം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ സ്വർണ്ണ വായ്പയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഉടനടി വായ്പ ലഭ്യമാകും തുടങ്ങിയവയാണ്. ഇതിനാവശ്യമായ രേഖകൾ എന്ന് പറയുന്നത് നമ്മുടെ KYC, അതായത് നമ്മുടെ ID പ്രൂഫിന് വേണ്ടി മാത്രമുള്ള രേഖകൾ നമ്മൾ നൽകിയാൽ മതി. അതിനുവേണ്ടി നമ്മുടെ ആധാർ കാർഡോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടർ ID തുടങ്ങിയ രേഖകൾ നമുക്ക് നൽകുവാൻ സാധിക്കും. ചിലപ്പോൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും
ഇത്രയും ഡോക്യുമെന്റ്സ് മതി. നമ്മൾ വലിയ തുകയൊക്കെയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ വരുമാനം തെളിയിക്കാൻ ആവശ്യപ്പെടും. ചെറിയ തുകയ്ക്കൊന്നും ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെടാറില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വായ്പയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക, അതിനുള്ള മറുപടി നൽകുന്നതാണ്. നിങ്ങൾക്കൊരു സ്വർണ്ണ വായ്പ കാനറ ബാങ്കിൽ നിന്ന് എടുക്കണമെങ്കിൽ തൊട്ടടുത്തുള്ള കാനറ ബാങ്കിന്റെ ശാഖയായിട്ട് ബന്ധപ്പെടുക. ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവം വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ